പ്രിയ ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സ്നേഹിക്കുന്നവർ നമ്മെ ഒറ്റിക്കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആഴമേറിയ വേദനയോളം വരില്ല മറ്റൊന്നും. ആ വേദനയുടെ നടുവിൽ നിൽക്കുമ്പോഴും കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് വിനയത്തിന്റെ പുതിയൊരു പാഠമാണ്. യജമാനനേക്കാൾ വലിയ ദാസനില്ലെന്നും അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനല്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകം നൽകുന്ന അധികാരമല്ല, മറിച്ച് വിനീതമായ സേവനമാണ് സ്വർഗരാജ്യത്തിന്റെ അളവുകോലെന്ന് അവിടുന്ന് വ്യക്തമാക്കി തരുന്നു. തന്നെ വഞ്ചിക്കാൻ പോകുന്നവനെ അറിയുമ്പോഴും അവന്റെ പാദങ്ങൾ കഴുകാൻ തയ്യാറായ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മോടും ഇന്ന് ആവശ്യപ്പെടുന്നത് ശത്രുവിനെ സ്നേഹിക്കാനുള്ള ആ വലിയ മനസ്സ് കാത്തുസൂക്ഷിക്കാനാണ്. അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുന്നവരും അവിടുന്ന് അയക്കുന്നവരെ സ്വീകരിക്കുന്നവരും സത്യത്തിൽ ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന വലിയ സത്യം ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം സ്വീകരിച്ച് വിനയത്തോടെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഉയർച്ചയും പദവികളും ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാലുകൾ കഴുകാൻ കുനിഞ്ഞു നിന്ന ക്രിസ്തുവിനെ നാം വിസ്മരിച്ചു പോകാറില്ലേ? നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ മാത്രമാണ് ദൈവകൃപ നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകുന്നത് എന്നും വചനം പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാകുന്നത്, ഭാഗ്യവതികളാകുന്നത് എന്നും ഈ ഭാഗം നമ്മെ ഉണർത്തി ചിന്തിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും തിരസ്കരണങ്ങളിലും തളരാതെ ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ ശാന്തിയും വിനയവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വസിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും നൊവേനകളും പ്രാർത്ഥനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസുകളും തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.